ദാ മോനെ ചായ കുടിക്കേ. ആ അമ്മാവനെന്ന് വരും. വരൂന്ന് പറയുന്നുണ്ട്. ആ വരുമ്പോ വരട്ടെ. ആ തങ്കച്ചി എന്ന് പറയുന്ന സ്ത്രീ അത്ര ഭയങ്കരയാണോ മോനെ? ആ പഴയ ഓരോ പകയുടെ കഥകളും പറഞ്ഞ്. എന്തൊരു സമയദോഷമാണെന്ന് നോക്കണേ, ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്റെ സാമ്പ്രാണിക്കൊടി കൊച്ചുകൃഷ്ണ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ എല്ലാ വ്യാഴാഴ്ചയും പാൽപായസം നേദിച്ചേക്കാമേ. എല്ലാ പ്രശ്നങ്ങളും നീക്കി കൊടുക്കണേ. കൊച്ചുകൃഷ്ണന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടമ്മേ. ഇവളെന്താ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? അവക്ക് വീണ്ടും പട്ടണത്തിൽ പഠിക്കാൻ പോണോന്ന്. പറ്റത്തില്ലെന്ന് ഞാൻ തീർത്തങ്ങ് പറഞ്ഞേനാ. ഈ പെരുമഴക്കാലത്ത് കായല് നീന്തി കടന്ന് ഇവൾ എന്ത് പഠിക്കാൻ പോകാനാ? എന്ത് പഠിത്തമാണെങ്കിലും പഠിക്ക കൊണ്ടുപോയി കലവടയ്ക്കുന്നതാണല്ലോ ഇവളുടെ പതിവ്. ഇനിയിപ്പോ അവളുടെ അച്ഛൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഓ മതി. നീ ഇങ്ങനെ റിബലാവാതെ പൊന്നുമണി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഓരോന്ന് പറയുന്നത്. ഒരു നന്മ. മക്കളുടെ പാട് നോക്ക്. നന്നാകത്തില്ല എന്ന് വാശി പിടിക്കുന്നവരെ എങ്ങനെ നന്നാക്കി എടുക്കാനാ? ഇവളെ ഉപദേശിക്കുന്നതും കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതും ഒരുപോലെയാ. തെളിക്കുന്ന വഴിയെ വരുന്നില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കുക, അത്ര തന്നെ. മോനെ, അക്ഷരമോളുടെ ആഭരണങ്ങള് പലിശ കൊടുക്കാനായിട്ട് എടുക്കാന്ന് വെച്ചാ കേട്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വരുന്നു. തൽക്കാലത്തെ പ്രതിസന്ധി അങ്ങനെ മറികടന്നേ പറ്റൂ. പണവും സ്വർണവും ഒക്കെ നമ്മുടെ കയ്യിൽ വരാനും പോകാനും ഒരു സമയമുണ്ടല്ലോ. തൽക്കാലം സ്വർണം അവിടെ ഇരിക്കട്ടെ, വേറൊരു വഴിയുണ്ട്. അമ്മ ഇപ്പൊ വരാം. മക്കളെ, എന്താമ്മേ? ഇത് കൊണ്ടുപോ. എന്താ ഇത്? ഈ വീടിന്റെ ആധാരമാ. അന്നും അമ്മ ഇതും കൊണ്ടല്ലേ അവിടെ വന്നത്. മക്കൾ ഇത് കൊണ്ടുപോ. തൽക്കാലം എവിടെയെങ്കിലും പണയം വെച്ച് കിട്ടുന്നത്ര പണം വാങ്ങിക്കേ. വീടും പുരയിടവും വിൽക്കണമെങ്കിൽ വിൽക്കാം. അക്ഷരമോളുടെ ആഭരണങ്ങളൊന്നും എടുക്കണ്ട മോനെ. അത് നടക്കത്തില്ല അമ്മായി. എന്താ? ആധാരത്തെ തൊട്ടുള്ള കളിയൊന്നും നടക്കത്തില്ലെന്ന്. അത് നീയാണോ തീരുമാനിക്കുന്നേ? എനിക്കും തീരുമാനിക്കാലോ. എനിക്കും കൂടെ അവകാശപ്പെട്ട മുതലാണല്ലോ. ഓങ്കാരി, അമ്മേ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ മോനെ? പൊന്നുമണി പറഞ്ഞതിൽ എന്താ തെറ്റ്? അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ ഈ വീടും തൊടിയും ഒക്കെ. എന്നാലും കുടുംബത്തൊരു പ്രശ്നം വരുമ്പോ ഇവളിങ്ങനെ അന്യയെ പോലെ സംസാരിക്കുകയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അച്ഛൻ വന്നിട്ട് തീരുമാനിക്കാന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതും അച്ഛൻ വന്നിട്ട് തീരുമാനിക്കാം. സംശയമൊന്നും വേണ്ട, ഇത് നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാ. ഇതിന്റെ പങ്കൊന്നും ചോദിച്ച് മാഷേട്ടൻ വരത്തില്ല. അമ്മേ, ഞാൻ ഇറങ്ങാം. മോനെ, ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. നിങ്ങൾക്ക് സങ്കടമായല്ലേ? എന്തിന്? പൊന്നുമണി എങ്ങനെ പറഞ്ഞതിന്? അതിനെന്തിനു സങ്കടപ്പെടണം? പൊന്നുമണി കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. കുട്ടികൾ വളരുമ്പോ നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്. എന്നാലും പൊന്നുമണി ഇങ്ങനെ മാറിപ്പോകുന്ന ഞാൻ കരുതിയതേയില്ല. നിങ്ങളുടെ മനസ്സ് നോവുന്നത് അവള് കണ്ടില്ല. ആ നോവിന്റെ ആഴം അറിയാവുന്നോണ്ടാ ഞാൻ സാറിന് ആഭരണങ്ങൾ നൽകണമെന്ന് നിന്നെ നിർബന്ധിച്ചത്.
മനസ്സിലായോ? കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ സമ്മാനിച്ച ആ നെക്ലസ് മാത്രം മതി എനിക്ക്. പക്ഷെ അവിടെയും ഡാഡിയുടെ അഹങ്കാരം കണ്ടില്ലേ? ആലോചിക്കണം പോലും. മകൾക്ക് മുന്നിൽ തോൽക്കുന്ന എന്റെ മാനക്കേട്. ബന്ധങ്ങൾക്കിടയിൽ തോൽവിയും ജയവും ഇല്ല അക്ഷര. വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളേ ഉള്ളൂ. അമ്മയെ ഓർത്ത എനിക്ക് സങ്കടം. പാവം. ഞാൻ എന്നെ പറഞ്ഞതാ നമുക്കൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അമ്മയെ അവിടെ കൊണ്ടുവന്ന് നിർത്താന്ന്. സാമ്പ്രാണിക്കൊടിയിലെ വീടും കെട്ടിപ്പിടിച്ച് പൊന്നുമണി അവിടെ ഇരുന്നോട്ടെ. അമ്മ അങ്ങനെ വരില്ല അക്ഷര. എന്തായാലും ശങ്കരമാവൻ വരട്ടെ. എന്ത് വേണോന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ വീട് തങ്കച്ചു പിടിച്ചെടുക്കും, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഡാഡി അവർക്ക് ഇഷ്ടദാനം നൽകും. നിന്റെ കാര്യം. വാ നമുക്ക് പോവാം. ആരാ സ്വാമി? തങ്കച്ചിയായിരുന്നോ? എന്തു പറഞ്ഞു അവര്? പണമായിട്ടോ മറ്റെന്തെങ്കിലും അസറ്റായിട്ടോ തങ്കച്ചിക്ക് അവരുടെ മുതല് തിരിച്ചു കിട്ടിയാൽ മതി. പക്ഷേ എന്താ സ്വാമി ഒരു പക്ഷേ? പണത്തിന്റെ കണക്ക് ഓരോ ദിവസവും തങ്കച്ചിയും പട്ടേരിയും മാറ്റി മാറ്റി പറയുക. എന്ന് വെച്ചാ ഈ ജന്മത്തിൽ ആ കടം നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ സ്വാമി? ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഇല്ലേ? ദേ, ആ രീതിയിലൊന്നും തൽക്കാലം നമുക്ക് തങ്കച്ചിയായിട്ട് മുട്ടി നിൽക്കാൻ ആവത്തില്ല സാറേ. പിന്നെ ഞാൻ എന്ത് വേണം സ്വാമി? സീതാലക്ഷ്മിയുടെ കത്തിക്ക് കഴുത്ത് നീട്ടി കൊടുക്കണോ? സാറ് തൽക്കാലം അക്ഷര മേഡത്തിന്റെ ആഭരണങ്ങൾ വാങ്ങി എന്തെങ്കിലും ചെയ്യ്. എന്തൊരു ഗതികേടാണ് സ്വാമി. എന്ത് ഗതികേടാ സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ സാർ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സമയമല്ല അതെന്ന്. സാറിന്റെ സ്വന്തം മകളല്ലേ, പിന്നെന്താ? എന്നാലും സ്വാമി, എന്റെ സാറേ, നാട്ടുകാരുടെ മുന്നിൽ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വീട്ടുകാരുടെ മുന്നിൽ ദുരഭിമാനം കളഞ്ഞേ പറ്റൂ. ആ തങ്കച്ചി എങ്ങാനും ജയശങ്കർ ചതിച്ചു വഞ്ചിച്ചു കള്ളനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡ് ഇവിടെ എങ്ങാനും വെച്ചാലുള്ള അവസ്ഥ സാർ ഒന്ന് ചിന്തിച്ചു നോക്കി. അയ്യോ, നമ്മളെ ഇഞ്ചിഞ്ചായി തകർക്കാൻ നിൽക്കുന്നവരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കരുത് സാറേ. എങ്ങനെയും പിടിച്ചു നിൽക്കണം.